എല്ലാവർക്കും നമസ്കാരം. യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പുതിയ ജോലിയിൽ യാത്ര ചെയ്യാനും യാത്രയിലുടനീളം അതൊക്കെ ആസ്വദിക്കാനുമൊക്കെ എനിക്കൊരവസരം ലഭിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ കുറേ നല്ല നല്ല കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മനോഹരമായ 2 നഗരങ്ങൾ. 2 നഗരങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി യോർക്കിലെത്തി അവിടെ നിന്ന് ലീഡ്സിലേക്ക് നടത്തിയ എൻ്റെ ഒരു യാത്ര. ആദ്യം ഞാൻ എത്തിയത് ചരിത്രത്തിൻ്റെ പൈതൃകം നിറഞ്ഞ യോർക്ക് നഗരത്തിലാണ്. ഒരു പഴമയുടെ സൗന്ദര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ യോർക്ക് നഗരത്തിൻ്റെ തെരുവുകളിലൊക്കെ കാണാനായിട്ട് കഴിയുക. ഏറ്റവും ലോകപ്രശസ്തമായ യോർക്ക് മിൻസ്റ്റർ ദേവാലയവും പിന്നെ ഒരുപാട് പുരാതന നഗരം നിർമ്മിതികളും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടുത്തെ റോഡുകളിലൊക്കെ ഒരുമാതിരി കല്ല് പാകിയ വഴികൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പുരാതനമായ ഒരു നഗരം കാഴ്ചയായിരുന്നു യോർക്കിൽ. എന്നാൽ യോർക്കിൽ അധിക സമയം എനിക്ക് ചിലവഴിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നിന്ന് അതിന് ശേഷം പോയിക്കൊണ്ടിരുന്നത് ലീഡ്സിലേക്കാണ്. അപ്പം ഇവിടെയും ഒരു ആധുനികത ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന ഒരു നഗരമാണ്. എന്നാൽ ഞാൻ ഇതിൻ്റെ ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് യാത്ര ചെയ്തത് എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യോർക്കിൻ്റെ ചരിത്ര ഭംഗിയും ലീഡ്സിൻ്റെ കുറച്ച് ആധുനിക ജീവിത ശൈലിയൊക്കെയാണ്. ഒരേ ദിവസം ഇത് രണ്ടും അനുഭവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വ്യത്യസ്തമായ അനുഭവം കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലവും ഓരോ കാഴ്ചകളും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഏറ്റവും നല്ല ഓർമ്മകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ ഈ ലീഡ്സിലെത്തിക്കഴിഞ്ഞിട്ട് കണ്ട ഈ ഗ്രാമീണ ഭംഗി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഗ്രാമീണ ഭംഗി എന്ന് തന്നെ പറയാം. പച്ചപ്പാർന്ന വയലുകളും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും പിന്നെ നല്ല ശാന്തമായ വഴികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എനിക്കിവിടെ മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിച്ചത്. പിന്നെ തിരക്കേറിയ ഈ ഒരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി പ്രകൃതിയോട് ചേർന്ന് വളരെ ശാന്തമായിട്ട് സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഞാൻ ഈ പോയൊരു പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇംഗ്ലീഷുകാരുടെ ഒരു ഗ്രാമീണ ജീവിതം അതിൻ്റെ ലാളിത്യവും ഭംഗിയും ഒക്കെ നമുക്ക് അടുത്തറിയാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ആട്ടോ ഞാൻ ഈ പോയ വഴികളിലൊക്കെ ഉള്ളത്. കാരണം നഗരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ സ്ഥലമാണിത്. പക്ഷെ ചെറുതാണെങ്കിലും വളരെ മനോഹരമായ ഓർമ്മകളാണ് എനിക്കിത് സമ്മാനിച്ചിരിക്കുന്നത്. പിന്നെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരു നല്ല മനോഹരമായ ഗ്രാമം കൂടെ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വോൾവർഹാംപ്റ്റണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കെറ്റാലിൽ നിന്ന് ലീഡ്സും യോർക്കും ബർമിംഗ്ഹാമും ഒക്കെ കടന്ന് നമ്മൾ വോൾവർഹാംപ്റ്റൺ എന്ന മറ്റൊരു നഗരവീതിയിലേക്ക് എത്തിയിരിക്കുന്നു. വീണ്ടും കാഴ്ചകളുമായി കാണാം.